ശ്രീമന്നാരായണീയം ദശകം 7 ബ്രഹ്മാവിൻ്റെ തപസ്സും വൈകുണ്ഠ ദർശനവും. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദന്തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്ലോകം 6. ഓം നമോ ഭഗവതേ വാസുദേവായ. നാനാദിവ്യവധൂജനൈരഭിവൃതാ വിദ്യുല്ലതാ തുല്യയാ വിശ്വോന്മാദനഹൃദ്യഗാത്രലതയാ വിദ്യോദിതാശാന്തരാ. ത്വത്പാദാംബുജസൗരഭൈകകുതുക ലക്ഷ്മീ സ്വയം ലക്ഷ്യതേ. യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവം തത്തേ പദം ദേഹി മേ. വൈകുണ്ഠ ലോകത്തിൽ വസിക്കുന്നവരെ കുറിച്ച് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു. ഇനി ഇവിടെ നാനാ ദിവ്യമധൂജനൈ, അനേകം ദിവ്യ സ്ത്രീകൾ, അഭിവൃത ചുറ്റും നിന്ന് സേവിച്ചുകൊണ്ടു. വളരെയധികം ദിവ്യ സ്ത്രീകൾ ചുറ്റും നിന്ന് സേവിച്ചുകൊണ്ടും വിദ്യുല്ലതാതുല്യയ, എല്ലാവരെയും മോഹിപ്പിക്കുന്ന മിന്നൽ കൊടി പോലുള്ള വിശ്വോന്മാദന ഹൃദ്യഗാത്രലതയ, എല്ലാവരെയും മോഹിപ്പിക്കുന്ന മിന്നൽക്കൊടി പോലുള്ള മനോഹരവും കോമളവുമായ ശരീരം കൊണ്ട് വിദ്യോദിത ആശാന്തര, ആശാദിക്ക് എല്ലാ ദിക്കുകളെയും തിളക്കിക്കൊണ്ട് ലക്ഷ്മി ദേവി. അപ്പൊ ഇവിടെ വൈകുണ്ഠത്തില് എപ്പോഴും ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുണ്ടല്ലോ. അപ്പൊ ലക്ഷ്മി ദേവിയെ എപ്പോഴും കാണാം. സമ്പത്തിൻ്റെ അതിദേവതയായിട്ടുള്ള ലക്ഷ്മി ദേവി മിന്നൽ കൊടി പോലെയാണ്. ആ ഐശ്വര്യ ദേവത ഒരു സ്ഥലത്തും സ്ഥിരമായിട്ട് നിൽക്കില്ല. എന്നാൽ ഇവിടെ വൈകുണ്ഠത്തില് മഹാലക്ഷ്മിയെ എപ്പോഴും കാണാം. അതിന് കാരണം എന്താണെന്ന് പറയാണ്. ത്വത്പാദാംബുജ സൗരഭൈക കുതുക. ത്വത് നെന്തിരുവടിയുടെ, ഭഗവാന്റെ പാതാരവിന്ദങ്ങളുടെ സൗരഭ്യത്തിൽ അത്യാസക്തിയായി, കൗതുകമുള്ളവളായി. യസ്മിൻ സ്വയം ലക്ഷ്യതേ, എവിടെ പ്രത്യക്ഷമായി കാണപ്പെടുന്നുവോ. അപ്പൊ ഇവിടെ ലക്ഷ്മി ദേവി എപ്പോഴും വൈകുണ്ഠത്തില് കാണപ്പെടുന്നയാളാണ്. അതിന്റെ കാരണം ലക്ഷ്മി ദേവിക്ക് ഭഗവാന്റെ ആ പാതാരവിന്ദങ്ങളുടെ സൗരഭ്യം ആസ്വദിക്കുന്നതിലുള്ള അത്യാസക്തിയാണ്, അതിയായിട്ടുള്ള ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഭഗവാനെ പിരിഞ്ഞ് ലക്ഷ്മി ദേവി വേറെങ്ങും പോയി സ്ഥിരമായിട്ട് നിൽക്കില്ല. ഇവിടെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളുടെ ആ സൗരഭ്യം, ആ സുഗന്ധം ആസ്വദിക്കുവാനുള്ള കൗതുകം, അതിയായിട്ടുള്ള കൗതുകം എന്ന് വർണ്ണിച്ചതുകൊണ്ട്, ലക്ഷ്മി ദേവിക്ക് എന്ന് വർണ്ണിച്ചതുകൊണ്ട് ഇവിടെ ഒരു വണ്ടിന്റെ സാദൃശ്യം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. വണ്ട് ഒരു പുഷ്പത്തിലും ഉറച്ചു നിൽക്കാത്തത് പോലെ തന്നെ ലക്ഷ്മി ദേവിയും ആരിലും ഉറച്ചു നിൽക്കുന്നില്ല. ഇവിടെ അതിയായിട്ടുള്ള ഒരു കൗതുകം ഭഗവതിക്ക് ഉള്ളത് കാരണം, ഭഗവാന്റെ പാതാരവിന്ദങ്ങളുടെ സൗരഭ്യം നുകരുവാനുള്ള ആ ഒരു ആസക്തി, ആഗ്രഹം, അത്യാസക്തി അതുള്ളത് കൊണ്ട് ഭഗവതിയുടെ ആ ചപല സ്വഭാവം ഇവിടെ ഇല്ലാതാക്കിയിരിക്കുന്നു. വണ്ടിനും താമരപ്പൂ പോലെയുള്ള ചില പൂക്കളിൽ ഒരു അത്യാസക്തി ഉണ്ടല്ലോ, അതാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. വിസ്മയനീയ ദിവ്യ വിഭവം, അത്ഭുതമുളവാക്കുന്ന ദിവ്യമായ വസ്തുക്കളുള്ള തേ തത്പദം, തേ നിന്തിരുവടിയുടെ തത്പദം, ആ ലോകം, അതായത് ഈ വൈകുണ്ഠം, മേ ദേഹി എനിക്ക് നൽകണമേ.
എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഈ ശ്ലോകത്തിൻ്റെ അവസാനം. വൈകുണ്ഠ ലോകത്തിലെ ദിവ്യ സ്ത്രീകൾ ചുറ്റും നിന്ന് സേവിച്ചുകൊണ്ട് എല്ലാവരെയും മോഹിപ്പിക്കുന്ന മിന്നൽക്കൊടി പോലെയുള്ള സൗന്ദര്യമുള്ള ശരീരം കൊണ്ട് എല്ലാ ദിക്കുകളെയും തിളക്കിക്കൊണ്ടും ഇവിടെ ലക്ഷ്മി ദേവി ഭഗവാന്റെ ആ പാതാരവിന്ദങ്ങളുടെ സൗരഭ്യം നുകരുവാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് അവിടെ തന്നെ എപ്പോഴും പ്രത്യക്ഷമായി കാണപ്പെടുന്നു. അത്യത്ഭുതമുളവാക്കുന്ന ദിവ്യമായ വസ്തുക്കളുള്ള ഭഗവാന്റെ ആ ലോകം, വൈകുണ്ഠ ലോകം, എല്ലാ ലോകങ്ങൾക്കും പുറത്തായിട്ട് വിളങ്ങുന്ന വൈകുണ്ഠ ലോകം, ആ ലോകം എനിക്ക് നൽകണമേ, എനിക്ക് ആ വൈകുണ്ഠത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ശ്ലോകം തീരുന്നത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.